തന്നെയാ മഞ്ജു വാര്യരെയാണോ കാവ്യ മാധവനെയാണോ ഇഷ്ടം? ഇഷ്ടം മഞ്ജു വാര്യരോടാണ്. മഞ്ജു വാര്യർ അഭിനേത്രി എന്ന നിലയിലാണോ അതോ? അഭിനേത്രി എന്ന നിലയിൽ. ശരി, രണ്ടുപേരുടെയും പേഴ്സണൽ ലൈഫ് വെച്ച് നോക്കുമ്പോൾ മഞ്ജു വാര്യരെയാണോ ഇഷ്ടം, കാവ്യ മാധവനെയാണോ ഇഷ്ടം? പേഴ്സണൽ ലൈഫ് നമ്മൾ നോക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അതൊക്കെ അവരുടെ സ്വകാര്യമായ കാര്യമല്ലേ. എനിക്ക് അങ്ങനെ പേഴ്സണൽ ലൈഫ് നോക്കിയിട്ട് എനിക്ക് രണ്ടുപേരെയും താല്പര്യമില്ല. ശരി, ഇപ്പോൾ ധന്യ ഒരു പൊതുവേദിയിൽ നിൽക്കുകയാണെന്ന് കരുതുക, ഒരു സ്റ്റേജിൽ നിൽക്കുകയാണെന്ന് കരുതുക. ഇങ്ങനെ ഒരു ചോദ്യം വരുന്നു. ഇപ്പോൾ ധന്യ ഒരു സെലിബ്രിറ്റി ആണെന്നും കൂടി കരുതിക്കോളൂ. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വരുന്നു, മഞ്ജു വാര്യരെയാണോ കാവ്യ മാധവനെയാണോ ഇഷ്ടമെന്ന്. ഈ ചോദ്യം ചോദിക്കുന്നതിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി. കാര്യം ആ രീതിയിൽ കുറിച്ച് ഒരു പ്രതികരണം വന്നു കഴിഞ്ഞാൽ അടുത്ത ബോംബ് പൊട്ടും. അതെ. അപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ ഇങ്ങനൊരു ചോദ്യം ചോദിച്ച ആൾക്ക് കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട്. ഈ ധ്യാൻ ശ്രീനിവാസൻ ആൾ രസികനാണ്. നമ്മൾ പെട്ടെന്ന് കരുതി ഈ ചളിയടി മാത്രമാണ്, പക്ഷേ ആ ചളിയടി മാത്രമല്ല, പുള്ളിയുടെ തലയിൽ നല്ല ആൾതാമസമുണ്ട്. അപ്പോൾ എന്താണ് ധ്യാൻ ശ്രീനിവാസൻ കൊടുത്ത മറുപടി? പ്രേമലാലേട്ടൻ പറഞ്ഞത് 100% ശരിയാണ്. ധ്യാൻ ശ്രീനിവാസന്റെ സിനിമകൾ പലതും ഓടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ട്. ഈ എന്താ പറയുക, സ്റ്റേജുകളിൽ കയറി അല്ലെങ്കിൽ ഇൻ്റർവ്യൂകളിൽ അദ്ദേഹം ചളിയടിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പരിഹാസത്തിലൂടെയാണെങ്കിലും ചിരിയിലൂടെ ആണെങ്കിലും പറഞ്ഞു പോകുന്ന ഒരാളാണ് ധ്യാൻ ശ്രീനിവാസൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകൾ കാണാൻ 2 മില്യൺ 3 മില്യൺ ആൾക്കാരൊക്കെ ഉണ്ട്. ഇത്രയും കൂടുതൽ ഇന്റർവ്യൂ കാണുന്ന മറ്റൊരാളുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല, പുള്ളി ഈ മലയാള സിനിമ കണ്ട ബുദ്ധിജീവികളിൽ ഒരാളാണ് ശ്രീനിവാസൻ. സ്വന്തം അച്ഛനെ പോലും ട്രോളാൻ ഒരു മടിയും കാണിക്കാത്ത അച്ഛൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അമ്മയോട് എന്ത് വേണമെന്ന് ചോദിച്ച് ക്യാൻറ്റീനിൽ ചെന്ന്, സാധാരണ അച്ഛൻ ഗുരുതരാവസ്ഥയിൽ കിടക്കില്ല, അപ്പൊ അമ്മയല്ലേ, അമ്മ എന്ത് പറയും, അമ്മയോട് ആഹാരം കഴിക്കണോ വേണ്ടെന്ന് ചോദിക്കാൻ പോലും ഒരു മനസ്സില്ലാതിരിക്കുന്ന സമയത്ത് അമ്മ പറയുകയാണ് ഓർഡർ ചെയ്യുമ്പോൾ ഓർഡർ ചെയ്ത്. അത്രയും ആ ഒരു നിഷ്കളങ്കമായ രീതിയിൽ അദ്ദേഹം പറയുന്ന കഥകൾ, അതൊക്കെ ചിലത് സത്യമായിരിക്കാം, ചിലത് അദ്ദേഹം ചിലപ്പോൾ ആ രീതിയിൽ ആ സമയത്തെ ആളുകളെ സന്തോഷിപ്പിക്കാൻ കൂടി പറയുന്നതായിരിക്കും. പക്ഷെ ഇവിടെ അദ്ദേഹം പറഞ്ഞ കാര്യം അത് തീർച്ചയായിട്ടും കൃത്യമായി കുറിക്കുകൊള്ളുന്ന മറുപടി തന്നെയാണ്. ഒരു ചാനൽ നടത്തിയ ഫാഷൻ ഷോ, ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ നടത്തിയ ഒരു പരിപാടി, അതിൽ പങ്കെടുക്കാൻ ശോഭ വിശ്വനാഥൻ, ഈ പണ്ടത്തെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു ശോഭ വിശ്വനാഥൻ, അത് കഴിഞ്ഞ് ലക്ഷ്മി നക്ഷത്ര, പിന്നെ ധ്യാൻ ശ്രീനിവാസൻ, അങ്ങനെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു. ഒരു മത്സരാർത്ഥിയോട് ഈ ശോഭ വിശ്വനാഥൻ ചോദിച്ച ചോദ്യമാണ്, മഞ്ജു വാര്യരെയാണോ കാവ്യ മാധവനെയാണോ ഇഷ്ടം? അതായത് ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി അത് കുറച്ച് ദിവസം ഇങ്ങനെ നിർത്തണമല്ലോ. കാരണം മാർക്കറ്റ് ഉള്ളത് ഇവരുടെ രണ്ടുപേരുടെയും ദിലീപിന്റെയും കൂടെ നടുക്ക് നിർത്തി ഇവരുടെ രണ്ടുപേരും രണ്ട് സൈഡിൽ നിർത്തുമ്പോഴാണല്ലോ മാർക്കറ്റ് ഉണ്ടാകുന്നത്. പോകുന്നതും ചിലർക്കൊക്കെ ഗുണവും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന്റെ ഒരു പ്രസക്തി അവിടെ ഇല്ല. കാവ്യ മാധവനെയാണോ മഞ്ജു വാര്യരെയാണോ ഇഷ്ടം എന്ന് ചോദിക്കുന്നതിൻ്റെ ഒരു എന്താ പറയുക, ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനോട് മോഹൻലാലാണോ മമ്മൂട്ടിയാണോ ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെയൊക്കെ കൊച്ചു പ്രായത്തിൽ നമ്മൾ എന്നോടൊക്കെ ചോദിക്കും മോഹൻലാലിനെയാണോ മമ്മൂട്ടിയാണോ ഇഷ്ടം, ഞാൻ പറയും മോഹൻലാലിനെയാണ് ഇഷ്ടം. അത് അന്ന് തുടങ്ങിയത് ഇന്നും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അത് അഭിനയത്തിന്റെ കാര്യത്തിലാണ്. വ്യക്തിപരമായ ഇവരുടെ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അത് ഇപ്പൊ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ വേറൊരാൾ വന്ന് നോക്കിയാൽ നമുക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ല. ഓരോരുത്തരുടെ കുടുംബത്തിൽ, ഇപ്പൊ പ്രേമലാലേട്ടന്റെ കുടുംബത്തിൽ ഉണ്ടാകുന്ന അവസ്ഥയായിരിക്കില്ല എന്റെ കുടുംബത്തിൽ, അതിലും ഭീകരമായിരിക്കും ചിലപ്പോൾ എന്റെ കുടുംബത്തിലെ അവസ്ഥ. അതൊന്നും നോക്കിയിട്ടല്ല നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മളൊരു 1000 പ്രശ്നങ്ങൾ തലക്കേറ്റി വെച്ചിട്ടായിരിക്കും ജോലിക്ക് വരുന്നത്. ജോലിയിൽ നമ്മളത് ബാധിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം. ഇവിടെ കാവ്യ മാധവനെയാണോ മഞ്ജു വാര്യരെയാണോ ഇഷ്ടമെന്ന് പറയുമ്പോൾ ദിലീപിനെ കുത്താം, ഈ പറയുന്നത് പോലെ ചോദിച്ചയാൾ കയറിയാൽ കുറെ കാര്യങ്ങൾ നേടാം. അപ്പോൾ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോഴാണ് ധ്യാൻ ശ്രീനിവാസനെ സ്റ്റേജിലേക്ക് വിളിക്കുന്നത്. ഇവർ വിചാരിച്ചില്ല ധ്യാനിന്റെ വായിൽ നിന്ന് ഇത്രയ്ക്ക് ഈ വാങ്ങിക്കൂട്ടുവെന്ന്. അപ്പോൾ ധ്യാൻ പറഞ്ഞു, ഞാനിവിടെ ഒരു ചോദ്യം കേട്ടു, കാവ്യ മാധവനെയാണോ ദിലീപിനെയാണോ ഇഷ്ടം? ഞാൻ അടുത്തതായി പ്രതീക്ഷിച്ച ചോദ്യം, ദിലീപിനെയാണോ പൾസർ സുനിയാണോ ഇഷ്ടം? ശരിയല്ലേ? അങ്ങനെ ചോദിക്കുമ്പോ അതും കൂടെ ചോദിക്കണ്ടേ? മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വീരപ്പനെയാണോ ഇഷ്ടം അതോ മറ്റേ സുകുമാരക്കുറുപ്പിനെയാണോ ഇഷ്ടം എന്ന് ചോദിച്ച പോലെ അതെങ്ങനെ ഇരിക്കും? അതിനെന്ത് മറുപടി നമ്മൾ പറയും? വീരപ്പനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു കാട്ടുകള്ളൻ, സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസിന് വേണ്ടി ഒരാളെ കൊന്നിട്ട് ഇപ്പോഴും പിടിക്കപ്പെടാത്ത ഒരാൾ. ഇതിൽ ആരെ ഇഷ്ടമെന്ന് നമ്മൾ പറയും? ഒരു ഫാഷൻ ഷോയിലല്ലേ ഈ ചോദ്യം?
അതിൽ ഇത് ചോദ്യത്തിൻ്റെ പ്രസക്തി എനിക്ക് ഇപ്പോഴും പിടികിട്ടുന്നില്ല. എനിക്കത് മനസ്സിലാകുന്ന ഒരു ഫാഷൻ ഷോയിൽ ഈ ചോദ്യത്തിന്റെ പ്രസക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടെ ഇപ്പോൾ കാവ്യമാധവന്റെ അഭിനയം വേറൊരു തരത്തിലാണ്. കാവ്യമാധവന്റെ ഗദാമ സിനിമയൊക്കെ നമ്മൾ കണ്ടാൽ ഒരു പക്ഷേ അതൊക്കെ അവർ ചെയ്തു വച്ചേക്കുന്നത് ഭയങ്കരമായ രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതി തന്നെയാണ്. അവരുടെ ആ പൂർണ്ണമായ കഴിവ് അവർ അതിൽ പ്രയോഗിച്ചുകൊണ്ടാണ് അവർ ചെയ്തേക്കുന്നത്. മഞ്ജു വാര്യരുടെ കന്മതം പോലെയുള്ള സിനിമകൾ അതൊന്നും മലയാള സിനിമയിൽ കണ്ണെഴുതി പൊട്ടും തൊട്ട് ഇതൊന്നും വേറെ ആർക്കും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത്ര ഡെപ്തായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അവരുടെ ഓരോ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളെ കുറിച്ചല്ല, അല്ല അങ്ങനത്തെ സിനിമകളെ കുറിച്ചല്ല. അതൊക്കെ എന്ത് സിനിമകളാണ്, എന്തിനാ അവർ ഇങ്ങനത്തെ സിനിമയ്ക്കൊക്കെ ഇത് കൊടുക്കുന്നതെന്നൊക്കെ എനിക്ക് തോന്നിപ്പോ. അല്ലാത്ത പഴയ മഞ്ജു വാര്യരുണ്ടല്ലോ, അപ്പോൾ ആ സിനിമകളിലൊക്കെ ചെയ്യാൻ മറ്റൊരു കഥാപാത്രത്തിന് കഴിയില്ല. ഇപ്പൊ ഉർവശി ചെയ്തു വെച്ച റോളുകൾ അതൊന്നും പലർക്കെന്നല്ല ആർക്കും മലയാള സിനിമയിൽ ചെയ്യാൻ കഴിയില്ല. ഉർവശിയുടെ ആ കൽപ്പന, ഉർവശി ഇവരുടെയൊക്കെ ഒരു റോളുണ്ട്. അതുപോലെ മണിച്ചിത്രത്താഴിലെ ശോഭന ചെയ്തു വെച്ച റോള് അതൊന്നും മറ്റൊരാൾക്ക് ചെയ്യാൻ അത്രയും കാര്യമായി ജ്യോതിക പോലും തമിഴിൽ ചെയ്തിട്ട് അത് കൃത്യമായി ശരിയായിട്ടില്ല. ഒരുപാട് ട്രോളൊക്കെ വന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു പൊതുവേദിയിൽ ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുക്കാൻ വന്ന ഒരു മത്സരാർത്ഥിയോട് ചോദിക്കുകയാണ് മഞ്ജു വാര്യരെയാണോ ഇഷ്ടം, പിന്നെ കാവ്യമാധവനെയാണ് ഇഷ്ടം. ഇപ്പം സിനിമാ നടന്മാരോട് സെലിബ്രിറ്റികളുടെ ഇൻ്റർവ്യൂവിൽ ചോദിക്കും ഇന്ന ആളാണോ ഇഷ്ടം. അവരിപ്പോൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് മറുപടി ഞങ്ങൾക്ക് എല്ലാവരും ഇഷ്ടം. അങ്ങനെ ഒരാളെ ഈ മത്സരാർത്ഥികൾ എന്ത് മറുപടിയാണ് ഇവിടെ, ഇവരെന്താണ് പ്രതീക്ഷിച്ചത്? അതായത് ആരെങ്കിലും ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ആ മത്സരാർത്ഥി പറയുന്നു എനിക്ക് മഞ്ജു വാര്യരെയാണ് ഇഷ്ടം, അപ്പോൾ അടുത്ത ചോദ്യം വരും എന്തുകൊണ്ട് ഇഷ്ടം. അപ്പോൾ സ്വാഭാവികമായിട്ടും മറുപടി പറയുന്നത് അവരുടെ കുറേ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ചോദ്യം ചോദിച്ചയാളുടെ പ്രതീക്ഷിക്കുന്ന ആൻസർ അതായിരിക്കും അല്ല. അവർ വിചാരിക്കുന്നത് ഒരു ഘട്ടത്തിൽ ദിലീപിനെ വേണ്ടെന്ന് വെച്ച് സ്വന്തമായി ഒരു ജീവിതം ആരംഭിച്ചു, മറ്റേ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒക്കെ അവർക്ക് ഒപ്പം നിന്നു, പിന്നെ ഈ നിയമ പോരാട്ടങ്ങൾക്ക് അവർ ശക്തമായ പിന്തുണ കൊടുത്തു, അവരിപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ഒരു സിംഗിൾ ലേഡി ആയിട്ട് ജീവിക്കുന്നു. അതിനെക്കുറിച്ചൊക്കെ കുറച്ച് എരിവും പുളിയും ചേർത്തൊക്കെ മറുപടി കിട്ടിയാൽ അത്രയും സന്തോഷം. അല്ല, പിറ്റേ ദിവസം അത്തരത്തിലൊരു വാർത്തയും കൊടുക്കാമല്ലോ. ഇപ്പോഴും കാവ്യയ്ക്കാണ് ആരാധകർ, ദിലീപ് അല്ല മഞ്ജുവിനാണ് ഇപ്പോഴും. ദിലീപ് വിട്ടിട്ട് പോയിട്ട് എനിക്ക് ആ ക്ലിയർ പിക്ചർ കിട്ടി. ഇതിന്റെ സംഘാടകർ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. ഇതിന്റെ സംഘാടകർ കൊടുത്ത ചിലപ്പോൾ സംഘാടകർക്ക് നല്ലപോലെ മറുപടി ധ്യാനം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിളിച്ചു പറയുന്നതൊക്കെ സത്യമാണെന്ന് തോന്നും, പക്ഷെ അത് കൃത്യമായി എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാത്തൊക്കെ പറഞ്ഞിട്ട് ധ്യാനം അതിനിടയ്ക്ക് ഒരു സംഘാടകനിൽ ഒരാൾ ചോദിച്ചതാണ്. അദ്ദേഹം ഒരു പ്രമുഖ യൂട്യൂബറും കൂടിയാണ്, പേരൊന്നും പറഞ്ഞില്ല. അദ്ദേഹം ചോദിച്ച ചോദ്യമാണ്, ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരാളാണ് ശ്രീനിവാസൻ സാർ, അദ്ദേഹത്തിന് എങ്ങനെ ഇങ്ങനെ ഒരു മകനുണ്ടായി? ഒരു മകനോട് ചോദിക്കുക, നമ്മള് എങ്ങനെ ആ തന്തയ്ക്ക് എങ്ങനെയാടാ ഇങ്ങനെ ഒരു ഉണ്ടായത്? പിന്നെ ശാന്തിയുള്ള ദിനേശൻ പറഞ്ഞാൽ അയ്യേ വേറൊരു വഴിക്ക ചെറുക്കൻ തന്തയെക്കാളും മോശം എന്ന് പറയുന്നത് പോലെയാണ്. നമ്മളൊക്കെ മൊത്തൂക്കി തന്തയ്ക്ക് വിളിക്കുക എന്ന് പറയും. ഞാൻ പറഞ്ഞു ഇതിനെനിക്ക് മറുപടി പറയണമെന്നില്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞു 1988 ഒരു വെള്ളിയാഴ്ച വെളുപ്പാങ്കാലത്ത് ഒരു മഴയെത്തും. വാഴ വെക്കാൻ പോയല്ലേ അന്ന് രാത്രിയില്. അതെ, പക്ഷെ കറക്റ്റ് കൃത്യമായ മറുപടി. സത്യത്തിൽ ധ്യാനോട് ഭയങ്കരമായൊരു സ്നേഹം ഈ സമയത്ത് തോന്നുന്നു, ഭയങ്കരമായൊരു സ്നേഹം. കാരണം ആ പറയേണ്ടത് കൃത്യമായി പറഞ്ഞ് കൊടുക്കേണ്ടവരെ തല മണ്ടക്കിട്ട് നല്ല ഓങ്ങി അടിച്ച് ഇനി അവർ വാ തുറക്കാത്ത രീതിയിലാക്കിക്കൊണ്ട് ധ്യാൻ ആ സ്റ്റേജ് വിട്ട് പോയി എന്ന് പറയുമ്പോൾ സത്യത്തിൽ ധ്യാനിനെ കുറിച്ച് മലയാള സിനിമയ്ക്ക് ഇങ്ങനെ ഒരാൾ കിട്ടിയതിൽ അഭിമാനമാണ്. ശ്രീനിവാസനെയൊക്കെ കവച്ച് വയ്ക്കും ധ്യാൻ എന്നുള്ളതാണ്. ധ്യാനോട് ചോദിച്ച ആ ചോദ്യം എന്നോടായിട്ട് ചോദിച്ചു പോയി നിന്റെ തന്തയോടും തള്ളയോട് ചോദിക്കടാന്ന് ഞാൻ പറഞ്ഞേനെ. പക്ഷെ അദ്ദേഹം സീരിയസ്ലി, കാരണം നമ്മളെ തന്തയ്ക്ക് വിളിക്കുന്നതിന് തുല്യമാണ്. എങ്ങനെ അയാൾക്ക് എങ്ങനെ ഇങ്ങനെ ഒരു ഉണ്ടായി എന്ന രീതിയിലാണ് അത് വ്യാഖ്യാനിക്കപ്പെടുന്നത് അല്ലേ? എന്നോട് ചോദിക്കും ശേരണ്ണൻ എങ്ങനെ ശേരണ്ണൻ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ആദ്യം നീ ചെന്ന് നിന്റെ അച്ഛനോട് ചോദിക്ക്, എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ഞാൻ പറയുള്ളൂ. പക്ഷെ ധ്യാനത് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എങ്ങനെയാ ഉണ്ടായത്. ജീവശാസ്ത്രപരമായ മറുപടി ആയിപ്പോയി. പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക്, ഇത്തരം വിലയില്ലാത്ത വിവരമില്ലാതെ ഒക്കെ ഫാഷൻ ഷോകളിൽ പിടിച്ചിരുത്തുന്നവർ ശ്രദ്ധിക്കുക. അത് സംഘടിപ്പിക്കുന്ന സംഘാടകരുടെ ഒരു ക്വാളിറ്റി ശ്രദ്ധിക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം പലരും ഈ ഷോയിൽ പങ്കെടുക്കാനും പോകാനും എന്നുള്ളതാണ്. ആ മത്സരാർത്ഥികൾ വരെ നാണം കെട്ട് പോകുന്ന തരത്തിലേക്കാണ് ആ ഷോ പോയത് എന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അവരുദ്ദേശിച്ചത് തന്നെയാണ്. ട്രോള് വന്ന് ഇത് കുറച്ച് ഇതാവുക എന്നതാണ് അവരുദ്ദേശിച്ചത്. അതിൽ വിജയിച്ചു. പക്ഷേ
എന്താ ക്വാളിറ്റി ഇല്ലായ്മ എന്നുള്ളത് അവർ വീണ്ടും ഇല്ല, അത് വീണ്ടും അവർ തെളിയിച്ചു.